ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കൊമിക് റിയൽസ്. മാർവൽ സ്റ്റുഡിയോസ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം റിവീൽ ചെയ്തിട്ടുണ്ട്. ലീഡിംഗ് അപ് ടു അവഞ്ചേഴ്സ് സീക്രട്ട് വാർസ്. അതുകൊണ്ടാണ് ഫാൻസിന് ഫേസ് 6 ഫുൾ പിക്ചർ കിട്ടുന്നത്. ഈ ഫേസ് തുടങ്ങുന്നത് വണ്ടർമാനിന്റെ റിലീസിൽ നിന്നാണ്. ജനുവരി 27, 2026 ഒരു മെറ്റാ സീരീസ് ആയി സൂപ്പർ ഹീറോ ഫാറ്റീഗിനെയും ഹോളിവുഡിന്റെ സീക്വൽ അഡിക്ഷനെയും കുറിച്ച് ഒരു സെൽഫ് ഫൺ പോകുന്നത് പോലെ കോമിക്സിൽ ഉള്ള അൾട്രോൺ, ഹാങ് പിങ്, ടോണി സ്റ്റാർക്ക് ലിങ്ക് ഇല്ലാത്ത ഒരു പുതിയ ഒറിജിനാണ് MCU ചെയ്യുന്നത്. വണ്ടർമാൻ ഒരു ആക്ടർ ആയിട്ടുള്ള ലൈഫിൽ ഫോക്കസ് ചെയ്യുന്നു. ഇതിനുശേഷം പണിഷർ സ്പെഷ്യൽ പ്രസന്റേഷൻ വരും. ഇത് ഡെയർഡെവിൾ ബോൺ അഗൈൻ സീസൺ 2 മുമ്പായി മാർച്ച് 2020 റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ട്സ് ഉണ്ട്. അതിൽ പണിഷർ കിങ് പിന്നിന്റെ ജയിലിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് റാംപേജിൽ പോകുവാനാണ് ചാൻസ് ഉണ്ട്. ന്യൂയോർക്ക് കൊമിക് കോണിൽ ജെസിക്ക ജോൺസ്, ക്രിസ്റ്റ്യൻ റിറ്റർ MCU ഒഫീഷ്യലി ജോയിൻ ചെയ്തു. ഡെയർഡെവിൾ ചാർലി കോക്സിനെ കൂടി സ്റ്റേജിൽ വന്നു. ഇതൊരു സ്ട്രീറ്റ് ലെവൽ ഹീറോ ടീം സെറ്റപ്പ് ചെയ്യുന്ന പോലെയുണ്ട്. ലൂക്ക് കേജ്, അയൺ ഫിസ്റ്റ് ഒക്കെ ക്യാമിയോ ചെയ്യും എന്നാണ് എക്സ്പെക്ടേഷൻസ്. അതിന്റെ കൂടെ എക്സ്മെൻ 97 സീസൺ 2 സമ്മർ 2026 റിലീസ് ചെയ്യും. സീസൺ 3 ഓൾറെഡി ഗ്രീൻലിറ്റ് ആയി 2027 വരും. നെക്സ്റ്റ് ബിഗ് മൂവിയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. ജൂലൈ 31, 2026 റിലീസ് ചെയ്യും. ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് ജൂലൈ 2025 ശേഷം ഓൾമോസ്റ്റ് ഒരു വർഷം ഗ്യാപ്പിൽ മാർവൽ മൂവി വരുന്ന ഫസ്റ്റ് ടൈമാണ്. ഈ ഫിലിം ഡെയർഡെവിൾ ബോൺ അഗൈനും പണിഷറും കണക്ട് ചെയ്യും. ഫ്രാങ്ക് കാസിൽ മാറ്റ് മുർഡോക്കും അപ്പിയർ ചെയ്യും എന്ന് പറയുന്നു. അതിനുശേഷം യുവർ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ സീസൺ 2 2026, സീസൺ 3 2027 വരും. വിഷൻ കോസ്റ്റ് എന്നൊരു പ്രൊജക്റ്റുമുണ്ട്. വൈറ്റ് വിഷന്റെ റിട്ടേണും AI ക്യാരക്ടേഴ്സ് ലൈക്ക് ജാവിസ്, ഫ്രൈഡേ, എഡിത്ത് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് ജെയിംസ് സ്പൈഡർ അൾട്രോൺ തിരിച്ചു വരുന്നു. ബോത്ത് AIയും ഹ്യൂമൻ ഫോമുമായി. വാണ്ടയും വിഷനും ഒരു ഇമോഷണൽ കണക്ഷൻ തിരിച്ചു എക്സ്പ്ലോർ ചെയ്യുന്നു. ബില്ലി, ടോമിയും ഒക്കെ ഫാമിലിയായി കൂടി വരുന്നു. ഇത് എല്ലാം ബിൽഡ് ചെയ്യുന്നത് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിലേക്കാണ്. അവഞ്ചേഴ്സ്, എക്സ്മെൻ, ഫാന്റാസ്റ്റിക് ഫോർ, വക്കാൻഡൻസ്, മൾട്ടിവേഴ്സൽ ക്യാരക്ടേഴ്സ് എല്ലാം ഒരുമിച്ച് വരുന്ന ഒരു മാസ് ക്രോസ് ഓവർ ആയി. മൾട്ടിവേഴ്സ് ഡിസ്ട്രോയ് ആയി ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്ന ക്ലൈമാക്സിൽ റീച്ച് ചെയ്യും. അവഞ്ചേഴ്സ് ഡൂംസ്ഡേന് ശേഷം ഫേസ് 6 ക്ലോസ് ചെയ്യുന്നത് അവഞ്ചേഴ്സ് സീക്രട്ട് വാർസോടാണ്. ഒരു ഫുൾ യൂണിവേഴ്സ് റീസെർച്ച് എക്സ്പെക്ട് ചെയ്യുന്നു. ഈ രണ്ട് മൂവീസിന്റെ ഇടയിൽ വേറെ മാർവൽ പ്രൊജക്ട് വരാൻ ചാൻസ് കുറവാണ്. പ്രൊഡക്ഷൻ ലിസ്റ്റിൽ ഒന്നുമില്ല. ആനിമേറ്റഡ് സീരീസ് ഒക്കെ എക്സ്മെൻ 97 യുവർ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ പോലെ കണ്ടിന്യൂ ചെയ്യും. പക്ഷേ ഡെയർഡെവിൾ ബോൺ അഗൈൻ സീസൺ 3 സീക്രട്ട് വാർസിനു ശേഷം വരാൻ ചാൻസ് ഉണ്ട്. നോവ പോലെ ഡിലേഡ് പ്രൊജക്ട്സ് റീസെറ്റിനു ശേഷം വരും. അപ്പോൾ പുതിയ അവഞ്ചേഴ്സ് ടീം, മ്യൂട്ടൻസ്, റീകാസ്റ്റ് ഹീറോസ്, അയൺമാൻ, ക്യാപ്, ബ്ലാക്ക് വിഡോ എക്സെട്ര എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യും. മെയിൻ വില്ലൻ ഗ്യാങ്ങിൽ നിന്ന് ഡോക്ടർ ഡൂമിലേക്ക് മാറ്റിയത് റോബർട്ട് ഡൗണി ജൂനിയർ ഡൂം ആയി വരുന്നത് എല്ലാ മാർവലിന്റെ പ്ലാൻസ് കംപ്ലീറ്റ്ലി മാറ്റി. ഫേസ് 6 ലൈവ് ആക്ഷനിൽ കുറവായിരിക്കും. ഇത് ഡൂമിന്റെ റൈസ്, സ്പൈഡർമാന്റെ ഗ്രോത്ത്, മൾട്ടിവേഴ്സൽ വാർ ഒക്കെ സെറ്റപ്പ് ചെയ്യുന്ന ഒരു മാസീവ് സ്റ്റേജ് ആണ്. MCU ഫുള്ളായി പുതിയ ഒരു ബിഗിനിങ്ങിൽ എത്തുന്ന പോലെ. ഈ പുതിയ അപ്ഡേറ്റ്സ് പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. Until the next 3 reloads, stay real with us.